കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവം അന്വേഷിക്കാൻ മെഡിക്കൽ ബോർഡ് തീരുമാനം. DMOയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് നിർദ്ദേശം നൽകിയത്. മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം ഡോക്ടറെ ചോദ്യം ചെയ്യുകയും ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ദിസ്ന, വളരെയധികം നിർണായകമായൊരു നടപടികളിലേക്ക് ഇപ്പോൾ ഈ ഒരു വിഷയം കടക്കുകയാണ്. പ്രധാനമായും ഈ ഒരു വിഷയത്തിൽ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകാനുള്ള ഒരു തീരുമാനം മെഡിക്കൽ ബോർഡ് എടുത്തിരിക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം ഏറെ മാധ്യമങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്തതാണ്. 4 വയസ്സുകാരിയെ അവയവം മാറി ശസ്ത്രക്രിയ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒക്കെ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. അവസാനമായി ഇപ്പോൾ DMO മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുവാനുള്ള ഉത്തരവ് ഇട്ടിരിക്കുകയാണ്. DMO മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോടാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുവാനുള്ള ഉത്തരവ് ഇട്ടിരിക്കുന്നത്. അതിനുശേഷം മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷമായിരിക്കും ഈ ഡോക്ടറെ ചോദ്യം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ തന്നെയും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടപടിയിലേക്ക് മെഡിക്കൽ ബോർഡ് ഈ കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കടന്നിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. വ്യാപകമായ പ്രതിഷേധമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് പല തലത്തിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇതിൽ പ്രധാനമായും നമ്മുടെ ജനം ടിവിയോട് തന്നെ കുട്ടിയുടെ മാതാവ് കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ പ്രതികരിക്കുകയുണ്ടായി. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഒരു ഉത്തരവ് പുറത്തു വന്നിരുന്നു. ഇതിൽ ഡോക്ടറുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിരുന്നു, എന്നാൽ കുട്ടിയുടെ നാവിനടിയിൽ ഇത്തരത്തിലൊരു കെട്ടുണ്ടായിരുന്നു. ആ കെട്ടാണ് ശസ്ത്രക്രിയ ചെയ്തത് തുടങ്ങി അത്തരത്തിൽ ഡോക്ടറെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തിറക്കിയത് എന്നാണ് മാതാവ് ആരോപിക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത് തങ്ങൾ കേസുമായി മുന്നോട്ട് പോകും, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, ഡോക്ടർക്കെതിരെ തക്കതായ നിയമ നടപടി ഉണ്ടാകണം എന്നൊരു കാര്യമാണ് കുട്ടിയുടെ മാതാവും കുടുംബവും ഒക്കെ തന്നെയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ KGM അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘടന ഡോക്ടർക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഡോക്ടർ മാപ്പ് പറഞ്ഞതായും കുട്ടിയുടെ കുടുംബം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ വലിയൊരു രീതിയിലുള്ള സംരക്ഷണ വലയം ഡോക്ടർക്ക് ഉണ്ടാവുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഡോക്ടറെ സംരക്ഷിക്കുവാൻ വേണ്ടി മെഡിക്കൽ സംഘടനകൾ രംഗത്ത് വരുന്നു. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ റിപ്പോർട്ട് പുറത്തിറങ്ങുന്നു. ഇതിനൊക്കെ എതിരെ വലിയൊരു പ്രതിഷേധമാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. ഇതിൽ കുടുംബം പ്രധാനമായും വ്യക്തമാക്കുന്നത് തങ്ങൾ നീതിക്ക് വേണ്ടി പോരാടും, ഇനിയൊരു കുട്ടിക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാവരുത്, ഭാവിയിൽ കുട്ടിയുടെ സംസാരശേഷിക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ തുടങ്ങിയ ആശങ്കയൊക്കെ തന്നെയും ഈ കുടുംബം നമ്മളോട് പങ്കുവെക്കുകയുണ്ട്. ഇതിൽ പ്രധാനമായും പറയേണ്ടത് 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ അവയവം മാറി ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത് പ്രധാനമായും പ്രിസ്ക്രിപ്ഷൻ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഉണ്ടാവില്ല, ഇതൊന്നും ശ്രദ്ധിക്കാതെയാണോ ഇത്തരത്തിൽ ശസ്ത്രക്രിയ ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ തങ്ങളുടെ കുടുംബത്തിന്റെ തീരുമാനം എന്താണെന്നോ അല്ലെങ്കിൽ കുടുംബത്തിന്റെ സമ്മതം എന്താണെന്നോ ചോദിക്കാതെയാണ് കുട്ടിയെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ബാലാവകാശ കമ്മീഷൻ അടക്കം ഈ സംഭവത്തിൽ ഇടപെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയും റിപ്പോർട്ട് ചോദിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരവധി സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിഷ്ണു, വ്യക്തമാണ്. ദിസ്ന സുരേഷാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.